അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മുടെ പാഠം ഷെക്കിബാസ് മക്കി അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? നമ്മുടെ ഒരു സിംഹം വളരെ കഷ്ടപ്പെട്ട് ഉറങ്ങുകയായിരുന്നു. ഏറെ നേരത്തിന് ശേഷമാണ് ഉറക്കം വന്നത്. ആ സമയത്ത് സിംഹത്തെ ശല്യമാക്കുന്ന രീതിയിൽ ഒരു മക്കി വരുന്നു, ഒരു ഈച്ച വരുന്നു അല്ലേ? ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി ഈച്ച വരുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ഈച്ച വന്ന് ശല്യമുണ്ടാക്കുമ്പോൾ സിംഹം അലറുന്നു. അപ്പോൾ ഈച്ച എന്ത് പറയുന്നു? മക്കീനെ ധീരെ സെ കഹാ, ചി ചി ജംഗൽ കെ രാജാ കെ മുഹ് സെ ഐസി ഭാഷ കഹിം ശോഭ ദേത്തി ഹൈ. കാട്ടിലെ രാജാവിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവുന്നത് നല്ലതാണോ എന്ന രീതിയിൽ സിംഹത്തെ പരിഹസിക്കുന്നു അല്ലേ? ഇതിൻ്റെ ബാക്കി നോക്കുക. ആദ്യം വായിച്ചുതരാം. शेर का गुस्सा बढ़ गया. उसने कहा, एक तो मुझे सोने नहीं देती, ऊपर से मेरे सामने जवाब देती है. चुप हो जा वरना अभी. ഷേർ കാ ഗുസ്സ ബഡ് ഗയ. ഷേർ കാ ഗുസ്സ, സിംഹത്തിൻ്റെ ഗുസ്സ. നേരത്തെ പറഞ്ഞിരുന്നു ഗുസ്സ ദേഷ്യം. ഷേർ കാ ഗുസ്സ, സിംഹത്തിൻ്റെ ദേഷ്യം. ബഡ് ഗയ, അധികരിച്ചു. ബഡ് ജാന അറിഞ്ഞെങ്കിൽ അധികരിക്കുക. ബഡ് ജാന അധികരിക്കുക. ഢ ബഡ് ഗയ, അപ്പോൾ അധികരിച്ചു. ബഡ് ജാന എന്നതിൻ്റെ മാസിയാണ് എന്ത്? മാലിയാണ്, ഭൂതകാല രൂപമാണ് എന്ത്? ബഡ് ഗയ, അധികരിച്ചു. അപ്പോൾ സിംഹത്തിൻ്റെ ദേഷ്യം അധികരിച്ചു. ഉസ്നെ കഹ, സിംഹം പറഞ്ഞു. ഉസ്നെ അവൻ, ആര്? സിംഹം. കഹ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഏക് തോ മുझे സോനെ നഹി ദേത്ത. ഒന്ന്, ഏക് തോ ഒന്ന്, ഏക് തോ ഒന്നാണെങ്കിൽ, മുझे സോനെ നഹി ദേത്തി എന്നെ ഉറങ്ങാൻ അനുവദിച്ചില്ല. മുझे എന്നെ, സോനെ ഉറങ്ങാൻ, നഹി ദേത്തി അനുവദിച്ചില്ല. ഓക്കെ, സോന ഉറങ്ങുക, സോനെ ഉറക്ക്, സോന ഉറങ്ങുക. സോനെ നഹി ദേത്തി ഒന്ന് എന്നെ ഉറങ്ങാൻ അനുവദിച്ചില്ല. ദേന നൽകുക എന്നർത്ഥമുണ്ട്, അതേപോലെ അനുവദിക്കുക എന്നർത്ഥമുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് എന്നെ ഉറങ്ങാൻ അനുവദിച്ചില്ല. ഊപ്പർ സെ അതിന് പുറമെ, ഊപ്പർ സെ അതിന് പുറമെ, അതിന് മുകളിൽ, അതിന് പുറമെ, ഊപ്പർ സെ അതിന് പുറമെ, മേരെ സാമനെ ജവാബ് ദേത്തി ഹെ എൻ്റെ മുന്നിലിരുന്ന് ചിലക്കുകയാണ്, എൻ്റെ മുന്നിലിരുന്ന് മറുപടി പറയുകയാണോ? കാട്ടിലെ രാജാവായ എൻ്റെ മുമ്പിലിരുന്ന് മറുപടി പറയുകയാണോ? അതെന്താണ്? അപമര്യാദയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യം കൂടി ഉണ്ടായപ്പോൾ സിംഹത്തിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു, അധികരിച്ചു. ഏക് തോ ഒന്ന്, മുझे സോനെ നഹി ദേത്തി എന്നെ ഉറങ്ങാൻ അനുവദിച്ചില്ല. ഊപ്പർ സെ അതിന് പുറമെ, മേരെ സാമനെ എൻ്റെ മുമ്പിൽ, ജവാബ് ദേത്തി ഹെ എൻ്റെ മുമ്പിലിരുന്ന് കൊണ്ട് ജവാബ് ദേത്തി ഹെ മറുപടി നൽകുന്നു. ചുപ് ഹോ ജാ ഒന്ന്, നിശബ്ദമായിരിക്കൂ, മിണ്ടാതിരിക്കൂ. ചുപ് ഹോ ജാ മിണ്ടാതിരിക്കൂ. ചുപ് ചുപ് ചുപ്പ് പറഞ്ഞെങ്കിൽ നിശബ്ദത. ചുപ് ഹോ ജാ ഇന്ന് നിശബ്ദമായിരിക്കൂ, നിശബ്ദനായിരിക്കൂ. വർണ്ണ അല്ലെങ്കിൽ, വർണ്ണ അല്ലെങ്കിൽ, വർണ്ണ എരിക്കോ അല്ലെങ്കിൽ, വർണ്ണ അല്ലെങ്കിൽ, അഭി ഇപ്പോ, അഭി ഇപ്പോ, പിന്നെ അവിടെ 2-3 ഡോട്ട്. പിന്നെ എന്തെല്ലോ കാര്യമായിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ സിംഹം എന്തെല്ലോ പറഞ്ഞിട്ടുണ്ടാവും, അതെന്തെന്ന് ഇവിടെ പറയുന്നില്ല. വർണ്ണ അല്ലെങ്കിൽ, അഭി ഇപ്പോൾ എന്ത് ചെയ്യും? ഡാഷ്. ഓക്കെ, മക്കി ബോലി വർണ്ണ ക്യാ കർ ലോगे? मैं क्या तुमसे डर जाऊंगी? मैं तो तुमसे भी लड़ सकती हूँ. ഹിമ്മത്ത് ഹോ തോ ആ ജാവോ. മക്കി ബോലി, അപ്പോൾ ഈച്ച പറഞ്ഞു, വർണ്ണ ക്യാ കർ ലോगे, വർണ്ണ ക്യാ കർ ലോगे അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വർണ്ണ ക്യാ കർ ലോगे അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? മൈ ക്യാ തുംസെ ഡർ ജാവുങ്കി ഞാനെന്ത് നിന്നെ പേടിക്കുമെന്ന് വിചാരിച്ചോ? മൈ ഞാൻ, ക്യാ എന്താ, തുംസെ ഡർ ജാവുങ്കി നിന്നെ പേടിക്കുമോ, നിന്നെ പേടിക്കുമെന്ന് കരുതിയോ? ഡർ ജാന ആയിരുന്നെങ്കിൽ പേടിക്കുക. ഡർ ജാന പേടിക്കുക, ഡർ ജാന പേടിക്കുക. മൈ ക്യാ തുംസെ ഡർ ജാവുങ്കി ഞാനെന്താ നിന്നെ പേടിക്കുമോ? മൈ തോ തുംസെ ബി ലഡ് സക്തി ഹും ഞാൻ നിന്നോട് പോരാടും. മൈ തോ ഞാനാണെങ്കിൽ, തുംസെ ബി നിന്നോടും, ലഡ് സക്തി ഹി ലഡ് സക്തി ഹും പോരാടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിന്നോട് പോരാടി നിന്നെ തോൽപ്പിക്കാൻ എനിക്ക് പറ്റും. ആര് പറയാണ്? ഈച്ച പറയുകയാണ്. മൈത്തോ ഞാനാണെങ്കിൽ, തുംസെ ബി നിന്നോടും, ഞാൻ ഒരുപാട് ആളോട്ട് ഇങ്ങനെ പോരാടലുണ്ട്,
തുംസെ ബി നിന്നോടും ലഡ് സക്തി ഹും പോരാടാൻ സാധിക്കും. ലഡ്ന പറഞ്ഞെങ്കിൽ പോരാടുക, ലഡ്ന പോരാടുക, ലഡ് സക്കിന പറഞ്ഞെങ്കിൽ പോരാടാൻ സാധിക്കുക, സക്കിന സാധിക്കുക. ഹിമ്മത്ത് ഹോത്തോ ആജാവോ, ഹിമ്മത്ത് ഹോത്തോ ആജാവോ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ. ഹിമ്മത്ത് ഹോത്തോ ധൈര്യമുണ്ടെങ്കിൽ ആജാവോ ഇങ്ങോട്ട് വരൂ. ഓക്കെ, അടുത്ത നോക്കിയോ. शेर आग बबूला हो उठा, उसने कान के पास पंजा मारा, मक्खी तो उड़ गई पर कान जरा चिल गया. मक्खी उड़कर शेर की नाक पर बैठी तो उसने मक्खी को फिर पंजा मारा, मक्खी उड़ गई, अब की बार शेर की नाक चिल गई. मक्खी कभी शेर के माथे पर बैठती, कभी गाल पर, कभी गर्दन पर. शेर आग बबूला हो उठा, പ്രത്യേകം എഴുതിയേക്കണം. ആഗ് ബബൂല ഹോ ഉട്ന, ഒന്നിച്ചെഴുതുക. ആഗ് ബബൂല ഹോ ഉട്ന, ബിക്കം വെരി ആംഗ്രി. ആഗ് ബബൂല ഹോ ഉട്ന പറഞ്ഞെങ്കിൽ ആഗ് ബബൂല ഹോ ഉട്ന ശക്തമായി ദേഷ്യപ്പെടുക, ശക്തമായി ദേഷ്യപ്പെടുക. കോപാഗ്നി കൊണ്ട് കത്തുക എന്ന് പറയില്ലേ, കോപം കൊണ്ട് ജ്വലിക്കുക. ആഗ് ബബൂല ഹോ ഉട്ന, ആഗ് ബബൂല ഹോ ഉട്ന കോപം കൊണ്ട് ജ്വലിക്കുക, കോപം കൊണ്ട് ജ്വലിക്കുക. അപ്പോൾ ഷേർ ആഗ് ബബൂല ഹോ ഉട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് കണ്ടപ്പോൾ സിംഹം കോപം കൊണ്ട് ജ്വലിച്ചു, കോപം കൊണ്ട് ജ്വലിച്ചു. ഉസ്നെ ഖാൻ കെ പാസ് പഞ്ച മാര, ഉസ്നെ സിംഹം എന്താക്കി, ഖാൻ കെ ബാർ ചെവിയുടെ ഭാഗത്തേക്ക്, ഖാൻ കെ പാസ് ചെവിയുടെ ഭാഗത്തേക്ക് പഞ്ച മാര ഒരടി കൊടുത്തു. കാരണം അവിടെയാണ് ഈച്ചുള്ളത് അല്ലേ, സിംഹത്തിൻ്റെ ചെവിൻ്റെ ഭാഗത്താണ് ഈച്ചുള്ളത്. അപ്പോൾ ചെവിൻ്റെ ഭാഗത്തേക്ക് എന്താക്കി, ഉസ്നെ ഖാൻ കെ പാസ് ചെവിൻ്റെ അടുത്തേക്ക് പഞ്ച മാര ഒരടി കൊടുത്തു. മക്കി തോ ഉഡ് ഗയി പർ ഖാൻ സറാ ചിൽ ഗയാ. മക്കിത്തോ ഉഡ്ഗ, ഈ സമയത്ത് മക്കിത്തോ ഈച്ചയാണെങ്കിൽ ഉഡ്ഗൈ, ഉഡ്ജാന നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഉഡ്ജാന പറക്കുക, പറക്കുക. ഉഡ്ന അല്ലെങ്കിൽ ഉഡ്ജാന പറക്കുക. മക്കിത്തോ ഉഡ്ഗൈ ഈച്ചയാണെങ്കിൽ പറന്നു പോയി. പർ ഖാൻ സറ ചിൽ ഗയ, അങ്ങനെ സിംഹത്തിന് എന്തായി, ഖാൻ ചെവി, സറ അല്പം, സറ അല്പം. അവിടെ നിൽക്കുക, ജറ എന്നല്ല സറ എന്നാണ്. ജാൻ്റെ അടിക്ക് പുള്ളി ഉണ്ടെങ്കിൽ സ എന്നാണ്. ഓക്കെ, അപ്പം സ എന്ന അക്ഷരം നമ്മളെ മലയാളത്തിലില്ല, പക്ഷെ എന്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്. സ, ജ എന്നതിനടിക്ക് പുള്ളി ഇട്ടെങ്കിൽ ജറ എന്നല്ല സറ എന്നാണ് അല്ലേ. അപ്പം സറ ചിൽ ഗയ അല്പം എന്തായി, മുറിവ് പറ്റി. ചിൽ ജാന, ചിൽ ജാന മുറിവ് പറ്റുക. ചിൽ ഗയ എന്ന് പറഞ്ഞെങ്കിൽ മുറിവ് പറ്റി. അപ്പോൾ സിംഹത്തിൻ്റെ ചെവിക്ക്, കാൻ ചെവി, ചെവിക്ക് സറ, സറ മീൻസ് അല്പം, മുറിവ് പറ്റി. മക്കി ഉഡ്കർ ഷേർ കി നാക്ക് പർ ബൈട്ടി. ഇനി ഇപ്പം എന്താക്കി, രണ്ടാം പ്രാവശ്യം മക്കി ഉഡ്കർ ഷേർ കി നാക്ക് പർ ബൈട്ടി. മക്കി പറന്നിട്ട്, ഈ ഈച്ച പറന്നിട്ട്, ഉഡ്കർ പറന്നിട്ട്, കർ ഉഡ്കർ പറന്നിട്ട്, ഷേർ കി നാക്ക് പർ ഷേറിൻ്റെ സിംഹത്തിൻ്റെ നാക്ക് പർ മൂക്കിൽ ബൈട്ടി ഇരുന്നു. തോ അപ്പോൾ ഉസ്നെ ആര് സിംഹം മക്കിക്കോ ഫിർ പഞ്ചാമാര, മക്കിക്കോ ഈ ഈച്ചയെ ഫിർ പിന്നെയും പഞ്ചാമാര അടിച്ചു. പഞ്ചാമാറിന അടിക്കുക, പഞ്ചാമാറിന അടിക്കുക, പിന്നെയും അടിച്ചു. മക്കി ഉടുകൈ പിന്നെയും മക്കി എന്തായി പറന്നുപോയി. അബ്കി ബാർ ഇപ്പോൾ, ഇപ്രാവശ്യം, അബ്കി ബാർ ഇപ്രാവശ്യം, അബ്കി ബാർ ഇപ്രാവശ്യം. ഷേർ കി നാക്ക് ചിൽ ഗൈ സിംഹത്തിൻ്റെ മൂക്ക് മുറിഞ്ഞു, മൂക്കിന് മുറിവ് പറ്റി, പരിക്ക് പറ്റി. ചിൽജാന മുറിയുക അല്ലെങ്കിൽ പരിക്ക് പറ്റുക. ഓക്കെ അല്ലേ, അപ്പോൾ ഇത്ര മതി. അപ്പോൾ ഒന്നും കൂടി ഞാൻ വായിക്കുന്ന ഒന്നും കൂടി നോക്കിക്കോ, എന്നിട്ട് അർത്ഥം നോക്കുക. शेर का गुस्सा बढ़ गया, उसने कहा एक तो मुझे सोने नहीं देती, ऊपर से मेरे सामने जवाब देती है, चुप हो जा वरना अभी. मक्खी बोली, वरना क्या क्या कर लोगे,
मैं क्या तुमसे डर जाऊंगी, मैं तो तुमसे भी लड़ सकती हूँ, हिम्मत हो तो आ जाओ. ഹിമ്മത്ത് അർത്ഥം പറഞ്ഞില്ല, ഹിമ്മത്ത് ധൈര്യം, ഹിമ്മത്ത് ധൈര്യം, ഹിമ്മത്ത് ധൈര്യം. शेर आग बबूला हो उठा, उसने कान के पास पंजा मारा, मक्खी तो उड़ गई पर कान जरा छिल गया. मक्खी उड़कर शेर की नाक पर बैठी तो उसने मक्खी को फिर पंजा मारा. मक्खी उड़ गई, अब की बार शेर की नाक छिल गई. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഈ പാഠം നമുക്ക് തീർക്കാം. പിന്നെ നമ്മളെ ജൂലൈ മാസത്തിൻ്റെ ഒരു CC വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ആ CC വർക്കിന് ഇന്ന് എടുത്ത പാഠം, അതായത് പേജ് നമ്പർ 8 മുതൽ ഇന്ന് എടുത്ത ലാസ്റ്റ് വരെ, അത് ഹിന്ദിയിലുള്ളതിനെ ഓരോ സെൻറ്റൻസും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സെൻറ്റൻസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഹിന്ദീൻ്റെ സെൻറ്റൻസ് നോട്ട് പുസ്തകത്തിൽ എഴുതണമെന്നില്ല, പക്ഷേ ഓരോ സെൻറ്റൻസും താഴെയായിട്ട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ടെലിഗ്രാമിലേക്ക് അയച്ചു തരിക. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് പറ്റുമെങ്കിൽ പീരീഡിൽ ഇതേപോലെ സമയം കിട്ടൂലല്ലോ, അപ്പോൾ ഇന്ന് രാത്രി 10 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ CC വർക്ക് എന്ന ഇതിൽ എഴുതണം. എഴുതിയതിന് ശേഷം CC വർക്ക് എന്ന് എഴുതിയിട്ട് ആണ് ഈ സംഗതി എഴുതേണ്ടത്. പിന്നെ CC വർക്ക് ജൂലൈ എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. എന്നിട്ട് ഈ സംഗതി എഴുതുക. എഴുതിയതിന് ശേഷം ഇന്ന് രാത്രി 10 മണിക്ക് മുമ്പായിട്ട് നല്ല വൃത്തിയിൽ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരിക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു ഉപകാരമുള്ള അറിവ് ഇനിയും അധികരിപ്പിച്ച് തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.